എല്ലാവർക്കും വന്ദനം. കർത്താവിൻ്റെ വലിയ കൃപകൾ അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുന്നവർക്കൊരു വിശ്രമമുണ്ട്. ഒരിക്കലും ഒരാൾ പറഞ്ഞു, മരിച്ച് ജോലി ചെയ്ത് സമ്പാദിച്ചിട്ട് വേണം മരിച്ചൊന്ന് വിശ്രമിക്കാൻ. വിശ്രമമോ മരിച്ചാലേ ഒരു വിശ്രമമുള്ളൂ. അതുവരെ മരിച്ച് ജോലി ചെയ്യണം. ഇതൊരു ജോക്കാണെങ്കിലും ഒത്തിരി പേർക്ക് ഇതൊരു യാഥാർത്ഥ്യമാണ്. മരിച്ച് ജോലി ചെയ്ത് ഉണ്ടാക്കിയത് അനുഭവിക്കുന്നതിന് മുമ്പേ മരിച്ചു പോവുകയാണ്. എന്നാൽ ബൈബിളിൽ വായിക്കുന്നു, നിങ്ങൾ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നത് വളരെ താമസിച്ച് കിടപ്പാൻ പോകുന്നതൊക്കെ വെറുതെയാണെന്ന്. തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. 127 സങ്കീർത്തനം ഒക്കെ വായിക്കണം. എല്ലാ കർത്താവ് തൻ്റെ പ്രിയന്മാർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുകയാണ്. കർത്താവിൽ ആനന്ദിക്കാനും കർത്താവിൽ സ്വസ്ഥമായിരിക്കാനും കർത്താവിൽ ആശ്രയിക്കാനും നമ്മൾ പഠിക്കണം, വിശ്വസിക്കണം. നമ്മൾ വളരെ മരിച്ചു കിടന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ടല്ല നമ്മുടെ കുടുംബം ഉയരുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ വീടിന് വേണ്ടി ഇങ്ങനെ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. ചില വീടുകളിൽ അങ്ങനെ വളരെ കഷ്ടപ്പെടുന്നവരാണ് ആ വീട്ടിലെ ദൈവം. ചിലപ്പോൾ മൂത്ത മോൻ ആ വീട്ടിലെ ദൈവമായിരിക്കും, അല്ലെങ്കിൽ മൂത്ത മോൾ ആ വീട്ടിലെ ദേവിയ. അവളാണ് ഈ വീടിൻ്റെ ഐശ്വര്യം, അവളാണ് ഈ കുടുംബത്തെ കുടുംബമാക്കിയത്. ബാക്കി മക്കളൊക്കെ കേൾക്കെ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വളരെ കഷ്ടപ്പെട്ടു, അവൾ വളരെ കുടുംബം നോക്കി, അവൾ വളരെ കഷ്ടപ്പെട്ടു, ഇളയ മോനാണ്, എൻ്റെ പൊന്നാര മോൻ, അവനാണ് ഈ കുടുംബത്തെ. ബാക്കിയുള്ളവരെ ഇടക്കിടക്കൊന്ന് കൊട്ടാൻ വേണ്ടി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ദൈവമാണ് എൻ്റെ വീടിനെ ഇവിടം വരെ എത്തിച്ചതെന്ന് പറയാൻ എന്ന് മുതൽ തുടങ്ങുന്നുവോ അന്ന് മുതൽ ആ വീട്ടിലൊരു വിശ്രമം ഉണ്ടാവും. അല്ലെങ്കിൽ ചിലർക്ക് ദൈവത്തിൻ്റെ മഹത്വം ചിലർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. ആർക്കും അതിനുള്ള കഴിവില്ല. നടുന്നവനും നനയ്ക്കുന്നവന് ഏവനുമില്ല, വളരുമാറാക്കുന്ന ദൈവമത്രേ എന്ന് പറയുന്നു. അപ്പോൾ ഒരു സഭയെപ്പോലും പൗലോസ് നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമാണ് വളരുമാറാക്കിയത്. ആര് നട്ടാലും നനച്ചാലും അവർക്കെല്ലാം അവരവരുടെ കൂലി കിട്ടും. അതുകൊണ്ട് ആരും പൗലോസിൻ്റെ പക്ഷമോ കേഫാവിൻ്റെ പക്ഷമോ അപ്പല്ലോസിൻ്റെ പക്ഷമോ കൂടി നിൽക്കാതെ എല്ലാവരും കർത്താവിനോട് ചേർന്ന്, കർത്താവാണ് എല്ലാം ചെയ്തത്, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി സകലതും ചമച്ചവനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുക. ആരും പുകഴ്ച കൊടുത്ത് കർത്താവിൻ്റെ സ്ഥാനത്ത് നമ്മുടെ വീട്ടിലോ സഭയിലോ നിർത്താതിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നല്ലവനായ യേശുവിനെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ,
യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ഏക ദൈവമേ, സകല നാം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ഏക ദൈവമേ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. യേശു പരിശുദ്ധൻ, 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 യേശു പരിശുദ്ധൻ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അവസാനിക്കുകയാണ്. 2 വാക്യങ്ങൾ കൂടി, 30-31. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകെ ചെയ്തു. ശിഷ്യന്മാർ കാണുകെ ചെയ്തു. എന്തിനാണ് യേശു ശിഷ്യന്മാർ കാണുകെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്? അടുത്ത വാക്യം, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകാനും ഇത് എഴുതിയിരിക്കുന്നു. ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ നോക്കിയത് എന്നൊക്കെയാണ് യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത്. ഞങ്ങൾ കാണുക കുറേ കാര്യങ്ങൾ യേശു ചെയ്തു. 1 യോഹന്നാൻ, ആ ലേഖനം ഞാനൊന്ന് എടുക്കുകയാണ്. അതിനകത്ത് 1-ാം അധ്യായത്തിൽ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും യേശുവിനെ കുറിച്ച് പറയാം. ഒന്ന് ആദ്യം മുതലുണ്ടായിരുന്നതാണ്. ആദിയിൽ പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ, വചനമായിരുന്നവൻ. ഞങ്ങൾ കേട്ടതാണ്. ആദ്യം മുതലുള്ള ഈ വചനത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടതാണ്. അപ്പം ഞങ്ങൾ ആദ്യം മുതലുള്ളതിനെ ഞങ്ങൾ കേട്ടു. അടുത്തത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. യോഹന്നാൻ പറയാണ്, ഞാനും എൻ്റെ സഹോദരൻ യാക്കോബും കൂടി അപ്പൻ്റെ വള്ളത്തിലിരുന്ന് വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ തേജസ്സേറിയ കണ്ണുകൾ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് ഞങ്ങൾ കണ്ടു.
എന്നെ അനുഗമിക്കുക എന്നൊരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ അപ്പനെയും വലയും പഴയ വലകളെയെല്ലാം അവിടെ ഇട്ടേച്ച് വേറെ ഒന്നും ഓർക്കാൻ, വീട്ടിലെ പ്രാരാബ്ദം ഒന്നും ഓർക്കാൻ നിന്നില്ല, ഇറങ്ങി. ചേട്ടനും അനിയനും 2 മക്കൾ ഇറങ്ങിയാണ്. ഒരു വീട്ടിൽ നിന്ന് 2 ആൺപിള്ളേർ ഒരു നിമിഷം സുവിശേഷ വേലക്ക് ഇറങ്ങുമ്പോൾ, യേശുവിൻ്റെ പുറകെ ഇറങ്ങുമ്പോൾ വൃദ്ധനായ ആ പിതാവിനുണ്ടാകുന്ന വിഷമം എന്തായിരിക്കും? എല്ലാം അവിടെ ഇട്ടേച്ച് ഇറങ്ങി തിരിച്ചു ഒറ്റ വാക്കിൽ. കാരണം യേശുവിൻ്റെ ആ വാക്കിൻ്റെ മുമ്പിൽ ഒന്നും പിന്നത്തേക്ക് വെക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒറ്റ വാക്കിൽ പുറത്തിറങ്ങി. 100 പ്രാവശ്യം വിളിച്ചിട്ട് ഇറങ്ങാത്തവരില്ലേ? യേശു ഇപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നിട്ടും ഇതുവരെയും മുന്നോട്ട് ചൂട് വെക്കാത്തവരില്ലേ? എന്നാൽ ഒറ്റ വാക്കിൽ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. പ്രാരാബ്ധം, കുടുംബ ബന്ധങ്ങൾ, വീട് ഒരു കരയിൽ എത്തിയിട്ടില്ല. വീട് നടുക്കടലിലെ പോലെയാണ്. വലകളോ കീറിയതാണ്. അപ്പന് പ്രായമായി, ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളുണ്ട്. എന്നാൽ അവൻ്റെ വിളിയുടെ മുമ്പിൽ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. അപ്പോൾ പലർക്കും ചോദിക്കാം, കർത്താവ് എന്ത് പണിയാണ് കാണിച്ചത്? ആ 2 പിള്ളേർ ഇറങ്ങി തിരിച്ച അപ്പൻ്റെ ഗതി എന്താകും? ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത് ഈ പിള്ളേർ കാരണം തന്നെയാണ്. കർത്താവിൻ്റെ വേലക്ക് ഇറങ്ങി തിരിച്ച ആരെയും നോക്കിക്കോ, അവർ മുഖാന്തരമായിരിക്കും ആ കുടുംബം രക്ഷപ്പെടുന്നത്. യേശു ക്രൂശിൽ മരിക്കാൻ നേരത്ത് യോഹന്നാനോടാ പറയുന്നത്, ഇതാ നിൻ്റെ അമ്മ. മറിയ എന്ന തൻ്റെ മാതാവിനെ ഈ ഭൂമിയിലേക്ക് വന്ന യേശു തനിക്ക് ഈ ഭൂമിയിൽ ദൈവം വെച്ച ആ മാതാവിനെ യോഹന്നാൻ്റെ കയ്യിലേൽപ്പിക്കുന്നു. യോഹന്നാൻ അന്നു മുതൽ അവളെ വീട്ടിൽ കൈക്കൊണ്ടുവന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? യോഹന്നാന് ആ വീടുമായിട്ട് ബന്ധമില്ലായിരുന്നെന്നാണോ? കർത്താവിൻ്റെ വേലക്ക് വേണ്ടി ഒരാൾ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആ വീടിന് നഷ്ടമാണെന്നാണോ? മറിയെ കൂടി ജീവിതകാലം മുഴുവൻ നോക്കാനുള്ള പ്രാപ്തി ഇപ്പോൾ യോഹന്നാനുണ്ട്. അതുപോലെ ആ കുടുംബത്തെ ദൈവം വിശാലപ്പെടുത്തി. അറിയണം, ദൈവം കുടുംബ ബന്ധങ്ങളുടെ ദൈവമാണ്. കുടുംബ ബന്ധങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുന്നവനാണ്. കർത്താവ് പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങി പത്രോസിൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നു. പത്രോസിൻ്റെ അമ്മായിയമ്മ സുഖമില്ലാതെ കിടക്കുമ്പോൾ യേശു അവിടെ ചെന്ന് കുനിഞ്ഞ് അവളുടെ ജ്വരത്തെ ശാസിച്ച്, അവളെ ശാസിച്ചെന്നല്ല, കുനിഞ്ഞ് അവളെ ശാസിച്ച്. ഇന്ന് പല വീടുകളിലും ചെന്നാൽ കുനിഞ്ഞ് അമ്മായിയമ്മയെ ശാസിക്കുകയാണ്. എന്താണ്? മരുമോള് പത്രോസിൻ്റെ ഭാര്യ പറഞ്ഞു കൊടുത്തു, തള്ള ഭയങ്കര പോരാ, കുനിഞ്ഞ് അവളെ ശാസിച്ചു. ഇന്നൊക്കെ അതായിരിക്കും നടക്കുന്നത്. എന്നാൽ യേശു ചെന്ന് കുനിഞ്ഞ് അവളുടെ ജ്വരത്തെ ശാസിച്ചു. അവൾ എഴുന്നേറ്റു, അവർക്ക് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ വീടുകളിലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന കർത്താവ് ഒരു കുടുംബത്തെ നടുക്കടലിലേക്ക് തള്ളിക്കളയില്ല. പത്രോസിനെ വിളിച്ചു. അതിൻ്റെ അർത്ഥം പത്രോസിൻ്റെ കുടുംബം തീർന്നെന്നല്ല. പിന്നീട് നമ്മൾ വായിക്കുന്നു, പൗലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതുകയാണ്, പത്രോസിനെ പോലെ ഭാര്യയായ ഒരു സഹോദരിയോടെ കൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ലേ? അപ്പോൾ പത്രോസ് എവിടെ പോയാലും കുടുംബമായിട്ടാണ് പോകുന്നത്. എവിടെ ചെന്നാലും ജനങ്ങൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് യേശുവേ എന്ന് വിളിച്ച് ജനലക്ഷങ്ങൾ വിടുവിക്കപ്പെടുമ്പോൾ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് മീൻ കിട്ടാതെ തിരികെ പല പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ മാറിയിരുന്ന് കരഞ്ഞ ഭാര്യയെ അല്ല ഇപ്പോൾ, അവൾ നന്മകൾ കാണുകയാണ്. ഓരോ വീശിന് 3000 പേരും 5000 പേരൊക്കെ ഈ വലയ്ക്കകത്ത് കയറുന്ന കാഴ്ച കണ്ട് കൊർന്നല്യോസിൻ്റെ വീട്ടിലും പലയിടങ്ങളിലും ജനങ്ങൾ ആത്മാവിൽ കത്തുന്നത് കണ്ട് കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ഭാര്യയെ നമുക്ക് പിന്നത്തേതിൽ മനസ്സിലാക്കാൻ കഴിയും. പൗലോസ് പറയുകയാണ്, ആ പത്രോസിനെ പോലെയൊക്കെ ഞങ്ങൾക്കും ഭാര്യയുടെ കൂടെ സഞ്ചരിച്ചുകൂടെ? ഇന്ന് വെറും ഒരു ഓലക്കുടിലിൽ മത്തി കാത്തിരിക്കുന്ന, കഷ്ടതയിൽ കിടക്കുന്ന ഒരു സ്ത്രീയല്ല പത്രോസിൻ്റെ ഭാര്യ. അവളുടെ അവസ്ഥകൾ മാറി.
കർത്താവ് പല വീടുകളിലുള്ളവരെയും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീടെന്നും ഗതികെട്ട് കിടക്കില്ല എന്നുള്ളതിൻ്റെ വളരെ വളരെ തെളിവുകളാണ് ഞാൻ ഈ നിവർത്തുന്നത്. ഈ നിരത്തുന്ന തെളിവുകളെല്ലാം നോക്കിയാൽ, കണക്ക് കൂട്ടിയാൽ ഇവരെല്ലാം വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ ഒറ്റ വാക്കിൽ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. യേശുവിനെ അനുഗമിച്ചു, അടികൊണ്ടോ ഇടികൊണ്ടോ, അവസാനം പത്രോസ് തലകീഴെ മരിച്ചു. പൗലോസിൻ്റെ തല ചില ദൂരം ഉരുണ്ടുരുണ്ട് പോയി. ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ടവരെല്ലാം പേടിച്ചൊരു സുവിശേഷ വേലക്ക് പോലും ഇറങ്ങാൻ കഴിയാതിരിക്കുമ്പോൾ പൗലോസ് മാനിക്കപ്പെട്ടു, പത്രോസ് മാനിക്കപ്പെട്ടു, യാക്കോബ്, യോഹന്നാൻ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഈ അപ്പോസ്തലന്മാർ, യേശുവിൻ്റെ കൂടെ പോയവർ ശ്രേഷ്ഠരായി മാറി. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ല. അപ്പോൾ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതും അടുത്തത് ഞങ്ങൾ നോക്കിയതും, പത്രോസും യാക്കോബും യോഹന്നാനും ഞങ്ങൾ നോക്കിയത്. ഇവർ 3 പേരും കർത്താവിൻ്റെ പ്രധാന തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ നോക്കി, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ടു. ഞങ്ങളത് കണ്ടതാ, ഞങ്ങൾ നോക്കി. അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് അവന് തേജസ്സും ബഹുമാനവും ഒക്കെ ലഭിക്കുന്നതും ഞങ്ങൾ കേട്ടതാണ്. ഇവനെൻ്റെ പ്രിയപുത്രനെന്ന് കേട്ടതാണ്. ഞങ്ങളവനെ കണ്ടു. മാത്രമല്ല, അവനായിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് അവനെ നോക്കുവാൻ കഴിയും. അവൻ മനുഷ്യരൂപത്തിലിരിക്കുമ്പോൾ തന്നെ അവൻ്റെ മുഖം സൂര്യനേക്കാൾ തേജസ്സുള്ളതായി ഞങ്ങൾ നോക്കിയപ്പോൾ അതുപോലെ കാണുവാൻ കഴിഞ്ഞു. അടുത്തത്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച്. അതിനെക്കുറിച്ച് പറയാനാണ് യോഹന്നാൻ ലേഖനം എഴുതുന്നത്. അടുത്തത് 3-ാം വാക്യം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുവിനോടുമാകും. ഞങ്ങൾക്ക് യേശുവിനോട് കൂട്ടായ്മയുണ്ട്, അതുപോലെ ഞങ്ങൾക്ക് പിതാവിനോട് കൂട്ടായ്മയുണ്ട്. ഇത് നിങ്ങളോട് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഈ അനുഭവം വേണം. ഞങ്ങൾ കണ്ടതും നോക്കിയതും തൊട്ടതും ആയ ഈ സത്യം നിങ്ങളോട് അറിയിക്കുന്നത് നിങ്ങൾക്കും ഈ കൂട്ടായ്മ ലഭിക്കണം, ഈ ഫെലോഷിപ്പ് ഉണ്ടാകണം, ഈ അത്ഭുതങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകണം. ഞങ്ങൾ അനുഭവിച്ചതെല്ലാം നിങ്ങൾക്കും അതേപോലെ ലഭിക്കുവാനാണ് ഞങ്ങളിത് നിങ്ങളോട് അറിയിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് 2 പത്രോസ് 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം പോലെ തന്നെ നിങ്ങൾക്കുമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ എൻകൗണ്ടറുകൾ നിങ്ങൾക്കുണ്ടാകണം, ഞങ്ങൾക്കുണ്ടായ അത്ഭുതങ്ങൾ നിങ്ങൾക്കുണ്ടാകണം, ഞങ്ങൾക്കുണ്ടായ വിടുതലുകൾ നിങ്ങൾക്കുണ്ടാകണം. ഞങ്ങളുടെ നിഴലിൽ തട്ടി രോഗികൾ സൗഖ്യമായെങ്കിൽ നിങ്ങളുടെ നിഴലിൽ തട്ടി രോഗികൾ സൗഖ്യമാണ്. ഞങ്ങൾ മരിച്ചവരെ ഉയർപ്പിച്ചെങ്കിൽ നിങ്ങളും മരിച്ചവരെ ഉയർപ്പിക്കണം. ഞങ്ങളുടെ ഒരു പ്രസംഗത്തിൽ 3000 പേർ മുട്ടുകുത്തി രക്ഷിക്കപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രസംഗത്തിൽ അത് നടക്കണം. ഞങ്ങളൊരു വീട്ടിൽ കാലുകുത്തി കൊർന്നല്യോസിൻ്റെ വീട് മുഴുവൻ പരിശുദ്ധാത്മാവാദിയിൽ എന്ന പോലെ വന്നെങ്കിൽ നിങ്ങൾ കാലുകുത്തുന്ന വീടുകളിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇതുപോലെ നടക്കണം. കാരണം ഞങ്ങൾക്ക് ലഭിച്ച അതേ നിറവ്, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം, ഞങ്ങൾക്ക് ലഭിച്ച അതേ അഭിഷേകം, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിളി, ഞങ്ങൾക്കുണ്ടായ അതേ തെരഞ്ഞെടുപ്പ്, രാജകീയ പുരോഹിത വർഗമെന്ന അതേ പദവി ലഭിച്ചവർക്ക് എഴുതുന്നത്. ഞങ്ങൾക്ക് എന്തെല്ലാമുണ്ടോ അതെല്ലാം നിങ്ങൾക്കുമുണ്ട്. ഞങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹമുണ്ടോ അതെല്ലാം നിങ്ങൾക്കുമുണ്ട്. ഞങ്ങൾക്ക് എന്തെല്ലാം ഉയർച്ചയുണ്ടായോ അതെല്ലാം നിങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് എന്തെല്ലാം എൻകൗണ്ടറുകളുണ്ടായോ അത് നിങ്ങൾക്കുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് എഴുതുന്നു. അപ്പോൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 20-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലേക്ക് വരികയാണ്. അവിടെ നമ്മൾ കണ്ട ആ ഭാഗം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും
യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. കർത്താവിനെ നമ്മെ കാണിച്ച് നമ്മെ ഉറപ്പിക്കണം. നമ്മൾ കാണണം, അത്ഭുതങ്ങൾ കാണണം. ഈ പുസ്തകത്തിൽ ഉള്ളതിനേക്കാൾ അനേകം കാണിച്ചു കൊടുത്തു. ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് കൈ കാണിച്ചു കൊടുത്തു. ഒരാളില്ലായിരുന്നു, ഉടനെ അയാൾ ഉള്ളപ്പോൾ വന്നിട്ട് കൈ കാണിച്ചു കൊടുത്തു. എങ്ങനെ ഇവരെ വിശ്വാസത്തിലേക്ക് ഉറപ്പിച്ചെടുക്കാം? അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ വീടുകളിൽ ചെയ്ത് ദൈവപ്രവൃത്തി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച് യേശു ജീവിക്കുന്നു എന്ന് തെളിയിക്കുന്നത് യേശുവിൻ്റെ സ്വഭാവമാണ്. ഞാൻ ഉറപ്പ് പറയാം, നമ്മുടെ വീട്ടിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. വാഗ്ദത്തങ്ങളെല്ലാം നിറവേറും. നമ്മുടെ വീടുകൾ അത്ഭുതങ്ങൾ കൊണ്ട് നിറയും. എന്തിനാണ് ഇതെല്ലാം കാണുകയും ചെയ്തത്? എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ ഇത് എഴുതിയിരിക്കുന്നു. എന്തിനാണ് ഞങ്ങൾ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത്? യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾക്ക് ജീവനുണ്ടാകണം. യേശു ദൈവപുത്രൻ വിശ്വസിച്ച് നിങ്ങൾക്ക് ജീവനുണ്ടാകും. അതിനാണ് യേശു ഈ അത്ഭുതങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾക്ക് ജീവനുണ്ടായി. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നോക്കി, ഞങ്ങൾ തൊട്ടു. ഇതുപോലെ നിങ്ങൾ കേട്ടതും നിങ്ങൾ കണ്ടതും നിങ്ങൾക്ക് നോക്കുവാനും നിങ്ങൾക്ക് തൊടുവാനും ഒക്കെയുള്ള ചില അവസരങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. യേശുവിനെ കാണുവാനും യേശുവിനെ തൊടുവാനും യേശുവിൻ്റെ കൂട്ടായ്മ അനുഭവിക്കുവാനും പുതിയ പുതിയ കൃപകൾ പ്രാപിക്കുവാനും എല്ലാം കർത്താവ് നമ്മെ പുതുതായി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടേ മതിയാവും. അനേക അത്ഭുതങ്ങൾ നമ്മൾ കാണുകയും ചെയ്യും. അതാണ് നമ്മൾ വായിച്ചത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്യണം. യേശു അത്ഭുതങ്ങൾ കാണിക്കാൻ പോയി. തൻ്റെ ശിഷ്യന്മാരെ, തൻ്റെ മക്കളെ അനേക അത്ഭുതങ്ങൾ കൊണ്ട് കർത്താവ് ഒന്ന് കുലുക്കാൻ പോവുകയാണ്, പേടിപ്പിക്കാൻ പോവുകയാണ്, അതിശയിപ്പിക്കാൻ പോവുകയാണ്, ആശ്ചര്യപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിലത് നടക്കും. എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ അത് സംഭവിക്കും. നമുക്കത് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ തിരുവെഴുത്തുകളിൽ പറയുന്നതെല്ലാം ഞങ്ങൾ വിശ്വസിക്കും. ഈ പറയപ്പെട്ടതുപോലെ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞങ്ങളങ്ങ് വിശ്വസിക്കും. സാമ്പത്തിക മേഖലകളിൽ അത്ഭുതം നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും. യേശു അത് ചെയ്യുമെന്ന് 5 അപ്പം വർദ്ധിപ്പിച്ചവൻ ഈ കുടുംബങ്ങളിൽ വലിയ സാമ്പത്തിക വഴികൾ തുറക്കുമെന്ന് വിശ്വസിക്കും. ശാരീരിക സൗഖ്യം യേശുവിൻ്റെ അടിപ്പിണരാൽ ഞങ്ങൾ കാണുകയെ അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ വിശ്വസിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കാണുകയെ അനുഗ്രഹിക്കപ്പെടുന്നതും വിടുതൽ പ്രാപിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കും. അവരുടെ വാതിലുകൾ തുറക്കുന്ന ഞങ്ങൾ കാണാൻ പോയി. അത്ഭുതങ്ങൾ കൊണ്ട് അങ്ങ് ഞങ്ങളുടെ വീടുകളെ ഒന്ന് ആശ്ചര്യപ്പെടുത്തുവാൻ, ഞങ്ങളുടെ വീടുകളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കും. കുഞ്ഞുങ്ങളുടെ പരീക്ഷകളിൽ വലിയ ജയങ്ങളുണ്ടാകട്ടെ. പുതുവഴികളും വാതിലുകളും ഈ മക്കൾക്ക് തുറക്കട്ടെ. അത്ഭുതങ്ങൾ കൊണ്ടൊന്ന് കുലുക്കണമേ. ഈ വീടുകളെ അത്ഭുതം കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 കടന്നു വരിക. ഉപവാസത്തോടെ വരിക. ഒരുമിച്ച് കർത്താവിൽ ബലപ്പെട്ട് അത്ഭുതങ്ങളെ സ്വീകരിക്കാം. ഗോഡ് ബ്ലെസ് യു.